ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ക്രിസ്തയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമുക്കിപ്പോൾ ഒരു വചനം വായിച്ച് കേൾക്കാം. അതിനാസ്പദമായി ഉള്ള വചനം റോമർ 12:20 വാക്യം. റോമർ 12 അതിൻ്റെ 20 വാക്യം നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. പ്രിയരെ, ആ വചനം ഞാൻ ഒന്നുകൂടി വായിക്കുന്നു. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. പ്രിയരെ, പ്രതികാര മനോഭാവം ജീവിതത്തിൽ വച്ച് പുലർത്താതെ സ്നേഹവും സൗഹാർദ്ദവും ഊട്ടി ഉറപ്പിക്കേണ്ടതാണ്. സഹോദരൻ്റെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഉത്തമ സഹോദരൻ. ദോഷം ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക മാത്രമല്ല, അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് സജീവമായി പ്രവർത്തിക്കുന്നതാണ് തിന്മയെ ജയിക്കാൻ നമുക്ക് നന്മ പ്രവൃത്തികളിലൂടെ തിന്മയെ ഇല്ലാതാക്കാം. പ്രിയരെ, ഈ കേട്ട വചനത്താൽ നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അവിടെ ഞങ്ങളെ ഈ വചനത്താൽ അവിടുന്ന് ബലപ്പെടുത്തുമാറാകട്ടെ. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും ദൈവകൃപയിൽ തരുന്നു. അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. ഏത് അവസ്ഥയിലും ദൈവം കൂടെ ഇരിക്കണമേ. അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണമേ. ആരും നശിച്ചു പോകുന്നവരാകരുത്. ദൈവത്തിന് നന്ദിയുള്ള മക്കളായി ഈ ലോകത്ത് ജീവിക്കുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് വിടുവിക്കണമേ. പലവിധമായ ഓപ്പറേഷൻ മുഖേന ആയിരിക്കുന്നവരുണ്ട്. എല്ലാ മക്കളെയും ദൈവകൃപയാൽ തരുന്നു. ദൈവം അവിടുന്ന് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദോഷത്തിൽ നിന്നും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. കൃപാലുവാൻ ദൈവമേ, മാശക്തിനൻപിൻ നിറവേ, നിൻ മുൻപിൽ ജീവിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. നിൻ മുൻപിൽ ജീവിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. നിജാതനായി ഭൂമിയിൽ ജീവൻ നിവേച്ചു ക്രൂശത്തിൽ അയോഗ്യരാകും ഞങ്ങളെ കരളലിയണേ. നീ നേടിയ ജനങ്ങളെ വചനവേല മൂലമേ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സൽപ്രാപ്തരാക്കണേ. ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സൽപ്രാപ്തരാക്കണേ. സമീപത്തും അകലെയും എല്ലാവരെയും എപ്പോഴും സ്നേഹിച്ചു കൊള്ളുവതിനെന്നും സഹായിക്കണമേ. സ്നേഹിച്ചു കൊള്ളുവതിനെന്നും സഹായിക്കണമേ. സങ്കടം സഹിപ്പവർക്കും വിപത്തിൽ വലയും
ചെവി ചെയ്യുവാൻ എപ്പോഴും സഹായിക്കേണമേ. നിനക്കെല്ലാരും ജീവിപ്പാൻ നിൻ സ്നേഹത്തിൽ വസിച്ചിടാം. നൽകണം സ്വർഗം ചേരുവാൻ നിന്നാത്മകൃപയേ. നൽകണം സ്വർഗം ചേരുവാൻ നിന്നാത്മകൃപയേ. കൃപാലുവായ എൻ ദൈവമേ, മാ ശക്തി അൻപിൻ നിറവേ, നിൻ മുൻപിൽ ജീവിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. നിൻ മുൻപിൽ ജീവിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. എല്ലാവരെയും ഈ സമയം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.